ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ക്ലാസ് 3യുടെ മലയാളം ഓണം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ പാരൻസിന് കാണാൻ ആഗ്രഹമുണ്ടാവും. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സെപ്റ്റംബർ 4-ന് സെക്കൻഡ് ടൈം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ചെറിയൊരു ഫീ കൊടുത്താണ് നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. 1ാമത്തെ പ്രവർത്തനം, കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതുക. ഇവിടെ തത്തയെ കൂട്ടിലടച്ചതും തത്ത കൂട്ടിൽ കിടന്ന് പുറത്തേക്ക് നോക്കുന്നതും പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു കഥയാണ്. ഈ കഥയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. തത്തക്കുഞ്ഞിനെ തഴുകി വിളിച്ചത് ആരാണ്? വെയിൽ. അതിവിടെ നൽകിയിട്ടുണ്ട്. കതിരിന് എന്തു നിറമെന്നാണ് തത്തക്കുഞ്ഞ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്കും കതിരിനും ഒരേ നിറം. അതിൽ നിന്നും കുട്ടി ഉത്തരം കണ്ടെത്തണം. തത്തയുടെ നിറം പച്ച, അപ്പോൾ കതിരിനും പച്ച. അടുത്ത് വരുന്നതാണ്, അടിവരയിട്ട പദത്തിന് പകരം കഥാഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? അവർ പരിഭ്രാന്തരായി പറന്നുയരും. അപ്പോൾ പരിഭ്രാന്തരായി എന്ന് പറഞ്ഞാൽ എന്താ? പേടിച്ചിട്ട്. അതാണ്. എന്തിനാണ് തത്തകൾ തീറ്റ തേടാൻ കൂട്ടത്തോടെ പോകുന്നത്? അതും ഇതിലുണ്ട്, ശത്രുക്കളെ പേടിച്ചിട്ട്. ഇനി ഈ കഥാഭാഗത്തിന് ഉചിതമായ തലക്കെട്ട് നൽകണം. ഇവിടെ ഒരു കഥ എന്താണെന്ന് ടീച്ചർ പറഞ്ഞു. തത്തയെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. അത് പുറത്തേക്ക് നോക്കുമ്പോൾ പാടം കാണുകയാണ്. ആ പാടത്തിൽ തൻ്റെ കൂട്ടുകാരും തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യുന്നു? തീറ്റ തേടാൻ പോകുന്നതും അവർ എങ്ങനെയാണ് തീറ്റ തേടുന്നതും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? നല്ലൊരു പേര് നൽകുക എന്നുള്ളതായിരുന്നു 5ാമത്തെ ക്വസ്റ്റ്യൻ. പ്രവർത്തനം ബി എന്ന് പറയുന്നത് സംഭാഷണമാണ്. കൂട്ടിൽ നിന്നും പുറത്തു വന്ന തത്തക്കുഞ്ഞ് തൻ്റെ കുഞ്ഞു ചിറകൾ കുടഞ്ഞു. ഒന്ന് പറന്നാലോ? തത്തക്കുഞ്ഞ് ചിറകൾ വിശി. രക്ഷയില്ല. ഇരുമ്പ് കൂട്ടിൽ കഴിഞ്ഞ തനിക്ക് എല്ലാ പക്ഷികളെയും പോലും പറക്കാൻ കഴിയില്ലേ? തത്തക്കുഞ്ഞിന് പേടിയായി. അത് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് മഞ്ഞക്കിളി എന്ത് ചെയ്തു? തത്തക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പറന്നിറങ്ങി. ഇനി ആ മഞ്ഞക്കിളിയും തത്തക്കുഞ്ഞും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ തത്തയെ ഇരുമ്പ് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇത്രയും ദിവസം ഇരുമ്പ് കൂട്ടിൽ കിടന്നതിനാൽ പറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? സംഭാഷണം എഴുതാനായിരുന്നു 2ാമത്തെ പ്രവർത്തനം. മഞ്ഞക്കിളി, നീ എന്തിനാ കരയുന്നത്? തത്തക്കുഞ്ഞ് പറയും, എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മഞ്ഞക്കിളിയും തത്തക്കുഞ്ഞും വീണ്ടും സംസാരിക്കുകയാണ്. അത് കുട്ടികളുടെ ആശയത്തിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു 2ാമത്തെ പ്രവർത്തനം. സംഭാഷണം എഴുതുക. 3ാമത്തേത് വിവരണം എഴുതാം. വിവരണം എഴുതുമ്പോൾ ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. ഈ ചിത്രത്തെക്കുറിച്ചാണ് വിവരണം എഴുതാനുള്ളത്. ആദ്യം ചെയ്യേണ്ടത് ഈ ചിത്രത്തിന് നിറം നൽകുക എന്നുള്ളതാണ്. തത്തക്കുഞ്ഞ് ചിറകുകൾ ആഞ്ഞു വീശി. തത്തക്കുഞ്ഞിന് പറക്കാൻ കഴിയുന്നുണ്ട്. അത് മാനത്തേക്ക് ഉയർന്നു. താഴേക്ക് നോക്കി. ഹായ്, എന്തു നല്ല കാട്, എത്ര മനോഹരമായ കാഴ്ചകൾ. തത്തക്കുഞ്ഞ് കണ്ട കാഴ്ചയാണ്. മുകളിൽ നിന്ന് പറക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മുകളിൽ പറക്കുവാണ്. അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഈ ചിത്രം തത്തക്കുഞ്ഞ് കണ്ട ആ കാഴ്ചയെ വിവരിച്ച് എഴുതുക. തത്തക്കുഞ്ഞ് താഴെ എന്തൊക്കെയാണ് കണ്ടത്? അവിടെ ആരൊക്കെയാണുള്ളത്? അവർ സന്തോഷത്തിലാണോ? മയിൽ എന്ത് ചെയ്യുന്നു? മാൻ എന്ത് ചെയ്യുന്നു എന്ന് എഴുതാം. അങ്ങനെ ഓരോ ജീവജാലങ്ങളെക്കുറിച്ച് എഴുതാം. അവിടെ മരങ്ങളുണ്ടോ? പക്ഷികളുണ്ടോ? പൂമ്പാറ്റകളുണ്ടോ? ഇതൊക്കെ വിവരിച്ചെഴുതാനുള്ളതാണ് 3ാമത്തെ പ്രവർത്തനം. അടുത്തത് 4ാമത്തെ പ്രവർത്തനം, വരികൾ കൂട്ടിച്ചേർക്കാം. കാഴ്ചകൾ കണ്ട് കാട്ടിലൂടെ പറന്നുയർന്ന തത്തക്കുഞ്ഞ് എന്ത് ചെയ്തു? ഒരു ഓടക്കുഴൽ നാദം കേട്ടു. ആരായിരിക്കും അത്? തത്തക്കുഞ്ഞിന് ആകാംക്ഷയായി. തത്തക്കുഞ്ഞ് അവിടേക്ക് പറന്നിറങ്ങി. അപ്പോൾ ആരാണ്? കണ്ണനും കൂട്ടരും ഓടക്കുഴൽ വായിച്ച് രസിക്കുകയാണ്. അവർക്കൊപ്പം ചേർന്ന് തത്തക്കുഞ്ഞും പാടാൻ തുടങ്ങി. കണ്ണനും അമ്മയും കൂട്ടരും എല്ലാം എന്ത് ചെയ്തു? പാട്ടിനൊപ്പം കൂടി. ഇനി എന്ത് ചെയ്യണം? അവരെന്താ പാടിയെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. പൂമണമുള്ളൊരു കാടാണേ, ചന്തമെഴുന്നൊരു കാടാണേ, മാനും മുയലും ചെന്നായകളും ഓടി നടക്കും കാടാണേ. പൂമണമുള്ളൊരു കാടാണേ, ചന്തമെഴുന്നൊരു കാടാണേ. ഇനി അവിടെ ആരൊക്കെയുണ്ട്? മൃഗങ്ങളുടെ ചേർത്തില്ല. മാനും മുയലും ചെന്നായ്ക്കളും. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 മൃഗങ്ങളുടെ പേരെഴുതുക. ഓടി നടക്കും കാടാണേ, അല്ലെങ്കിൽ ചാടി നടക്കും കാടാണേ. വീണ്ടും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 മൃഗങ്ങളുടെ പേരെഴുതാം. വീണ്ടും നിങ്ങൾ ഓടി നടക്കും കാടാണ്, ചാടി എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം? പാടി നടക്കും കാടാണ്. ഇനി താളം വരണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താളത്തിന് 2 മാർക്കുണ്ട്, എഴുതുന്നതിന് 3 മാർക്കുണ്ട്. ഇതാ ഇവിടെ നോക്കി, ഉചിതമായ തലക്കെട്ട് നൽകണം. ഇവിടെ ഒരു കവിത എഴുതിയല്ലോ, പാട്ട് എഴുതിയല്ലോ,
ഈ പാട്ടിന് നിങ്ങളൊരു പേര് നൽകണം. അതായിരുന്നു 4ാമത്തെ പ്രവർത്തനം. വരികൾ കൂട്ടിച്ചേർക്കാം. അടുത്തത് 5ാമത്തെ പ്രവർത്തനമാണ്. പാട്ടുപാടി നൃത്തം ചെയ്ത് എല്ലാവരും തത്തക്കുഞ്ഞിന് ചുറ്റും കൂടി. തത്തക്കുഞ്ഞ് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഇത് കേട്ട് നിന്ന കണ്ണൻ്റെ അമ്മ കണ്ണനെ കാണാതായപ്പോൾ അമ്മയ്ക്കുണ്ടായ പ്രയാസങ്ങൾ തത്തക്കുഞ്ഞിനോട് പറഞ്ഞു. അപ്പോൾ തത്തക്കുഞ്ഞിനുണ്ടായ പ്രയാസം കണ്ണനോടും അമ്മയോടും പറഞ്ഞു. കണ്ണൻ്റെ അമ്മ എന്ത് ചെയ്തു? കണ്ണനെ കാണാതെ ഉണ്ടായപ്പോൾ പ്രയാസം തത്തക്കുഞ്ഞിനോട് പറഞ്ഞു. എന്തൊക്കെയായിരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ടാവുക? ഇതാണ് 5ാമത്തെ പ്രവർത്തനം. അമ്മ പറഞ്ഞത് എഴുതുക. അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കണ്ണനെ കാണാതായപ്പോൾ? അതാണ് 5ാമത്തെ പ്രവർത്തനം. അവസാനത്തേത് 6ാമത്തെ പ്രവർത്തനമാണ്. കഥ പൂർത്തിയാക്കാം. അതിനൊരു തലക്കെട്ട് നൽകണം. കഥയ്ക്കൊരു പേര് നൽകണം. നോക്കിയേ, കാട്ടിലെ കൂട്ടുകാരോട് നന്ദി പറഞ്ഞ് തത്തക്കുഞ്ഞ് തൻ്റെ പൊത്തിലേക്ക് പറന്നു. എന്തൊരു ക്ഷീണം! വിശപ്പ് സഹിക്കാൻ വയ്യ. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. തത്തക്കുഞ്ഞ് പിറുപിറുത്തു. ഹായ്, അതാ ഒരു തോട്ടം നിറയെ പയർച്ചെടികൾ. തത്തക്കുഞ്ഞിന് സന്തോഷമായി. അത് അവിടേക്ക് പറന്നിറങ്ങി. വിളഞ്ഞ പയർമണികൾ കൊത്തി തിന്നാൻ തുടങ്ങി. എന്നാൽ തൻ്റെ വരവും തീറ്റയും കണ്ട് വികൃതിയായ ഉണ്ണി പതുങ്ങി നിൽക്കുന്നത് തത്തക്കുഞ്ഞ് അറിഞ്ഞതേയില്ല. ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? കഥ പൂർത്തിയാക്കുക, കഥയ്ക്കുചിതമായ തലക്കെട്ട് നൽകുക. ഇതായിരുന്നു 6ാമത്തെ പ്രവർത്തനം. കഥ പൂർത്തിയാക്കാം. ഈ 6 പ്രവർത്തനങ്ങളാണ് 3ാം ക്ലാസ്സിലുള്ള ഇന്നത്തെ മലയാളം ഓണം എക്സാമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ആശയം ഉപയോഗിച്ച് നല്ലതുപോലെ എഴുതിയ ടീച്ചർ വിശ്വസിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ. വീണ്ടും ടീച്ചർ പറയാണ്, 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സെപ്റ്റംബർ 4 മുതൽ സെക്കൻഡ് ടൈം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.